പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം ഇതിനകത്ത് കൂട്ടിക്കൊടക്കരുത്. നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങളുടെ പെൺകുഞ്ഞ് ഒരു 6-7-8 വയസ്സുള്ള പെൺകുഞ്ഞ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങളുടെ കർമ്മപ്രകാരം പെൺകുഞ്ഞുങ്ങൾ ഭഗവതിയാണ്, അതായത് ഭദ്രകാളി ദേവിയുടെ ഒരു ചൈതന്യമാണ് പെൺകുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ദേവിക്ക് തുല്യമായിട്ട് കാണുന്നതാണ് പെൺകുഞ്ഞുങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കാലിൽ തൊട്ട് വന്നിച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്കിക്കുക. അല്ലെങ്കിൽ തൊടുമ്പോൾ അവൾ ചിലപ്പോൾ ചോദിക്കുക എന്താണപ്പ, അല്ലെങ്കിൽ എന്താണ് വെച്ചാൽ ഇങ്ങനെ ചെയ്യണമെന്ന്. അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ കോംപ്ലക്സിൻ്റെ ആവശ്യമില്ലല്ലോ, സ്വന്തം മോളല്ലേ. അപ്പോൾ ഒന്ന് തൊട്ട് വന്നിച്ചിട്ട് നിങ്ങൾ ആ കാര്യത്തിനൊന്ന് ഇറങ്ങിത്തിരിച്ച് തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾക്ക് വരാനുള്ള ദുരന്തം പോലും മാറിപ്പോവും. എന്നിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി കൈകൂപ്പും. നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭഗവതിക്ക് തുല്യമാണ്, അമ്മയാണ്. ഇത് ക്ഷത്രിയ നിയമപ്രകാരം ഉള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പലരും തേച്ചു മായ്ച്ച് കളഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങളുടെ കർമ്മരീതി വെച്ചുകൊണ്ട് പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ കാളിയമ്മക്ക് തുല്യമാണ്, ഭഗവതിയാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ ലിങ്ക് സ്പേസ് കൂടും ഗൈസ്. ഇപ്പോൾ യൂട്യൂബ് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല, ഷോർട്ട് വീഡിയോ ഒക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.